കർത്താവായ യഹോവേ, ഞാനീ മക്കളില്ലാതെ നടക്കുകയാണല്ലോ. നീ എനിക്ക് എന്തു തരും? എന്റെ ഈ വീട്ടിലെ അവകാശി ഒരുപക്ഷെ എന്റെ ദാസനായ ദമ്മേശുക്കുകാരൻ എലിയേസർ ആയിരിക്കുമല്ലോ. ആ വാക്കുകളിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന്റെ ഭാരമുണ്ട്. ഒരുപക്ഷെ അല്പം നിരാശയും കാണുമായിരിക്കും. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാത്തിരിപ്പുകളുമായിട്ട്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുമായിട്ടൊക്കെ ഇതിനെ ബന്ധപ്പെടുത്താൻ പറ്റുമായിരിക്കും. തീർച്ചയായും നമ്മളും ദൈവത്തോടിങ്ങനെ തുറന്നു സംസാരിക്കേണ്ടവരല്ലേ? നമ്മുടെ ഭയങ്ങളും സംശയങ്ങളുമൊക്കെ. അതെ അതെ, ദൈവം അതിനെ ശാസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പകരം എന്താ ചെയ്യുന്നത്? ദൈവം അബ്രാമിനെ ആ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്, രാത്രിയുടെ ആകാശത്തിന് കീഴിലേക്ക്. എന്നിട്ട് വാക്കുകൾക്കപ്പുറം ഒരു കാഴ്ചയിലൂടെ സംസാരിക്കുകയാണ്. നീ ഒന്ന് മുകളിലേക്ക് നോക്കിയേ, ആകാശത്തേക്ക്. ആ നക്ഷത്രങ്ങളെ ഒന്ന് എണ്ണാൻ പറ്റുമോ എന്ന് നോക്ക്. ഒന്നോർത്തു നോക്കിയ കാഴ്ച. എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി നക്ഷത്രങ്ങൾ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആ ഒരു മഹത്വം കൺമുന്നിൽ കാണുകയാണ്. എന്നിട്ട് ദൈവം പറയുന്നു, നിന്റെ സന്തതി ഇതുപോലെയായിരിക്കും. എണ്ണാൻ കഴിയാത്തത്രയും അധികം. ആ ഒരു നിമിഷം, അതാണ് വളരെ നിർണായകം. അബ്രാമിന്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നു. അതെ, വചനം പറയുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു. ശരിയാണ്. അവന്റെ കണ്ണ് കാണുന്ന പരിമിതികളിലേക്കല്ല, അവന്റെ പ്രായത്തിലേക്കല്ല, ദാസനായ എലിയേസറിലേക്കുമല്ല, മറിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചുവരുത്തുന്ന ദൈവത്തിന്റെ വാക്കിൽ അവൻ വിശ്വസിച്ചു.